ഈശോയിൽ സ്നേഹമുള്ളവരെ, കൈകൾ കെട്ടപ്പെട്ട ഈശോയോടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. നിങ്ങളിൽ ഏറെ പേർക്കും അറിയാവുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഒരു പക്ഷേ ലോകരക്ഷിതാവായ ഈശോയെ എന്ന പ്രാർത്ഥന മാത്രമായിരിക്കും. എന്നാൽ ഈ പ്രാർത്ഥനയുടെ പൂർണ്ണരൂപം ഞാനിന്ന് പറഞ്ഞു തരാം. വിശ്വാസത്തോടെ ആരൊക്കെ ഈ പ്രാർത്ഥന ചൊല്ലിയാലും അവരുടെ നിലവിളി ഈശോ കേട്ടിരിക്കും. പണ്ട് കാലം മുതലേ വിശ്വാസികൾ ചൊല്ലിവരുന്ന ഒരു പ്രാർത്ഥനയാണ് കൈകെട്ടിയ ഈശോയോടുള്ള ഈ പ്രാർത്ഥന. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും അടുത്ത നാളുകളിലായി ഞാനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു പാർട്ട് ടൈം ജോബ് ലഭിച്ചു. പക്ഷേ അത് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ പ്രിയ സുഹൃത്തായ സിസ്റ്റർ ജാസ്മിൻ ഞാൻ ജോലി പോയി കണ്ട് തിരിച്ചു വരുന്നതുവരെ ചാപ്പലിൽ പോയി മുട്ടിന്മേൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതായിരുന്നു: കൈകെട്ടിയ ഈശോയോടുള്ള ഈ പ്രാർത്ഥന. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മുടെ പ്രതിസന്ധി സമയങ്ങളിൽ ഈ പ്രാർത്ഥന നമ്മെ ഏറെ സഹായിക്കും. ഇനി ഇത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം. സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് വേണം ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. ആബാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ച് പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് ഉത്ഥാനം ചെയ്ത മിശിഹായെ, അങ്ങ് സത്യദൈവമാണെന്നും അങ്ങല്ലാതെ വേറെ ദൈവമില്ലെന്നും ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഏറ്റുപറയുന്നു. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ച് പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് ഉത്ഥാനം ചെയ്ത മിശിഹായെ, അങ്ങ് സത്യദൈവമാണെന്നും അങ്ങല്ലാതെ വേറെ ദൈവമില്ലെന്നും ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഏറ്റുപറയുന്നു. മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ മനുഷ്യനായി അവതരിച്ച് പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് ഉത്ഥാനം ചെയ്ത മിശിഹായെ, അങ്ങ് സത്യദൈവമാണെന്നും അങ്ങല്ലാതെ വേറെ ദൈവമില്ലെന്നും ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ഇത്രയും പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മൾ ലോകരക്ഷിതാവായി ഈശോയെ എന്ന പ്രാർത്ഥന ചൊല്ലേണ്ടത്. ഈ പ്രാർത്ഥന 33 തവണയോ അതല്ലെങ്കിൽ 9 തവണയോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. പറ്റുന്നവരൊക്കെ മുട്ടിന്മേലായിരുന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. നിർഭാഗ്യപാപിയായ ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങ് ഉപേക്ഷിക്കില്ല. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. ഈ ഒരു കൊച്ചു പ്രാർത്ഥന 33 തവണയോ അല്ലെങ്കിൽ 9 തവണയോ ചൊല്ലിയതിനു ശേഷം ഇനി ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. അതിങ്ങനെയാണ്: ഈശോയുടെ പീഡാസഹനങ്ങളിൽ കാൽവരിയോളം കൂടെ നടന്ന പരിശുദ്ധ അമ്മേ, എൻ്റെ സഹനങ്ങളിൽ എനിക്ക് ശക്തി നൽകണമേ. പ്രലോഭനങ്ങളെ ജയിക്കാനും വിശുദ്ധിയിൽ വളരാനും എന്നെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇങ്ങനെയാണ് കൈകെട്ടിയ ഈശോയോടുള്ള പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ ചൊല്ലേണ്ടത്. ഈശോയുടെ പീഡാസഹന സമയത്ത് റോമൻ പടയാളികൾ യേശുവിനെ ക്രൂശിക്കാനായി കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടുത്തെ കൈകൾ കൂട്ടിക്കെട്ടി കൽത്തൂണിൽ ചേർത്ത് നിർത്തി ചമ്മട്ടി അടിച്ച് മുൾമുടി ധരിപ്പിച്ച് പരിഹസിച്ച ആ നിമിഷങ്ങളെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. ക്ഷമയുടെ നാഥനായ നമ്മുടെ ഈശോ അടിയേറ്റപ്പോഴും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും കാണിച്ച ക്ഷമയെയും സഹനത്തെയും നമ്മളിവിടെ ഓർമ്മിക്കണം. ജീവിതത്തിലെ കഠിനമായ വേദനകളും യാതനകളും പരാതികളില്ലാതെ സഹിക്കാനും തങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും
വിശ്വാസികൾ കൈകൾ കെട്ടപ്പെട്ട ഈശോയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ പോയി നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ രൂപം കത്തോലിക്ക സഭയിൽ വലിയ ഭക്തിയോടെ വണങ്ങപ്പെടുന്ന ഒന്നാണ്. പീഡാനുഭവ സമയത്ത് ബന്ധനസ്ഥനായി നിൽക്കുന്ന ഈശോയുടെ നിസ്സഹായ അവസ്ഥയും സഹനവും ഈ രൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ തിരുമുറിവുകളോടും സഹനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രതിസന്ധികളിലും രോഗങ്ങളിലും മാനസിക വിഷമതകളിലും നിസ്സഹായ അവസ്ഥകളിലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഈശോ വളരെ വേഗം നമ്മുടെ പ്രയാസത്തിന്മേൽ ഇടപെടുകയും ഉത്തരം നൽകുകയും ചെയ്യും. ഇതോടൊപ്പം ഒരു കുഞ്ഞു പ്രാർത്ഥന കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കൈകെട്ടി ഈശോയുടെ പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു കൊച്ചു പ്രാർത്ഥന കൂടി ചേർത്ത് വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുക്കൈകളിലെ ബന്ധനങ്ങൾ വഴി എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവിധ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. ആമേൻ. എല്ലാവരും വേഗം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഈശോ അനുഗ്രഹിക്കട്ടെ.